ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് CPO WCPO എക്സാമിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ആൻസറും അതിന്റെ കീ പോയിന്റ്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത, അല്ലെങ്കിൽ ഇത് ഷോർട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ടോപ്പിക് ആയിട്ടാണ് മെയിൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എത്ര ടോപ്പിക്കാന്നുള്ളത്. ജസ്റ്റ് റേഞ്ച് ഇടയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും നിങ്ങൾ പറയണം കേട്ടോ. 8 ടോപ്പിക്സ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ SSCD ആണെങ്കിലും PSCD ആണെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ സൈഡിൽ നിന്ന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈഫ് ട്രാക്കിന്റെ മെയിലേക്ക് വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നമ്മളത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ CPO WCPO എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 8 ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ 8 ടോപ്പിക്കിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിമിനൽ നിയമങ്ങളാണ്. ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പെടുന്നത്? BNSS, അതുപോലെ BSA. ഓക്കെ, ഇതൊക്കെയാണ് ഈ 3 നിയമങ്ങളാണ് ഇതിൽ വരുന്നത്, ക്രിമിനൽ നിയമങ്ങളിൽ വരുന്നത്. അതുപോലെ കേരള പോലീസ് ആക്ട്, അതിൽ ഏതൊക്കെയാണ് വരുന്നത്? പോലീസ് ആക്ടിൽ വരുന്ന ഏതൊക്കെയാണ്? കേരള പോലീസ് ആക്ട് 2011, അതിന്റെ ചുമതലകള്, ശിക്ഷകള്, ഇതൊക്കെയാണ് രണ്ടാമത്തെ ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ടോപ്പിക് സംരക്ഷണ നിയമങ്ങൾ, പ്രൊട്ടക്ഷൻ ലോസിൽ ഏതൊക്കെയാണ് വരുന്നത്? പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതുപോലെ ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീ സുരക്ഷയാണ് മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ ലോസിൽ വരുന്നത്. ഇനി നാലാമത്തെ മനുഷ്യാവകാശങ്ങൾ, അതിൽ ഏതൊക്കെയാണ് വരുന്നത്? മനുഷ്യാവകാശ നിയമം 1993, പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ പ്രതികളുടെ അവകാശങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ ടോപ്പിക് ഏതാണ്? മോട്ടോർ വാഹന നിയമം അല്ലെ, മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഒരൊറ്റ സെക്കൻഡ്, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ നേരത്തെ ഒന്ന് ബ്രേക്ക് ആവണ പോലെ തോന്നി. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ നിയമമാണ് നമ്മൾ അഞ്ചാമത്തെ ടോപ്പിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, മോട്ടോർ വാഹന നിയമം. ഓക്കെ, MV ആക്ട് 1988, ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷ, റോഡ് സുരക്ഷ, ഇത്രയാണ് അഞ്ചാമത്തെ ടോപ്പിക്കിൽ വരുന്നത്. ഇനി ആറാമത്തെ ടോപ്പിക്കിൽ ഏതാ വരുന്നത്? ആറാമത്തെ ടോപ്പിക്കിൽ വരുന്നത് IT ആക്ട് ആണ്. IT ആക്ടിൽ ഒഴിവാക്കിയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടും അതുപോലെ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് അവർ ഒഴിവാക്കിയാൽ എന്ത് ഒഴിവാക്കില്ല, IT ആക്ട് അവർ എന്തായാലും ഒഴിവാക്കില്ല. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IT ആക്ട് എന്ന് പറയുന്നത്. NDPS ആക്ട് ഇമ്പോർട്ടന്റ് ആണ്, ലഹരി മരുന്ന് വിരുദ്ധ നിയമങ്ങൾ. അതുപോലെ SC/ST ആക്ട്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. സത്യം പറഞ്ഞ 8 നമ്മൾ ഒഴിവാക്കാണ്ട് പഠിക്കുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. കാരണം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അപ്പോൾ 8 ടോപ്പിക്കും കിട്ടിയില്ലേ? ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. സംഭവം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ മൈൻഡിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം. സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് വർഷമാണ് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2011 അല്ലെ കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കിയാലോ. 2011 അല്ലെ, എത്ര? 2011 ജാനുവരി 1 നിലവിലെ കേരള പോലീസ് ആക്ട് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, പിന്നെ എന്താണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ഈ ആക്ട് വരുന്നത് വരെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത് ഏത് ആക്ട് ആണ് അതുവരെ നിലവിലുണ്ടായിരുന്നത്? 1960 കേരള പോലീസ് ആക്ട് ആയിരുന്നു. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2011 കേരള പോലീസ് ആക്ട് ആണ് നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനു മുൻപ് ഏത് ആക്ട് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയേണ്ടത്?
1960-ലെയാണ് അല്ലെ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ BNS ഏതായിരുന്നു വർഷം? ഇതിപ്പോ 2011 കേരള പോലീസ് ആക്ട് വന്നതെന്ന് പറഞ്ഞു. BNS അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വർഷമാണ് വന്നത്? 2024 ജൂലൈ 1 അല്ലെ വന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? കേരള പോലീസ് ആക്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം വരുന്നത്, പോയിന്റ് വരുന്നത് 15 അധ്യായങ്ങളാണ് വരുന്നത് അല്ലെ. അതുപോലെ 150 സെക്ഷൻസും ആണ് വരുന്നത്. ഞാൻ ഇടയ്ക്ക് BNS പറയുന്നതിന്റെ കാരണം നിങ്ങൾ BNS-ഉം IT ആക്ടും കേരള പോലീസ് ആക്ടിലെ സെക്ഷൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അധ്യായങ്ങളാണെങ്കിലും മിക്സ്ഡ് അപ്പ് ആയി പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരള പോലീസ് ആക്ടിൽ 15 അധ്യായങ്ങളും 150 സെക്ഷൻസും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BNS-ൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 20 അധ്യായങ്ങളുണ്ട് അല്ലെ. ഇനി അതിൽ എത്ര സെക്ഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? മൊത്തം 358 സെക്ഷൻസ് ആണ് വരുന്നത് അല്ലെ. BNS വന്നത് ഏതിനെ റീപ്ലേസ് ചെയ്തിട്ടായിരുന്നു? IPC-നെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, പിന്നെയുള്ള പോയിന്റ് ഏതാണ് വരുന്നത്? പോലീസിന്റെ ചുമതലകൾ, ജനങ്ങളോടുള്ള കടമകൾ എന്നിവ ഈ ആക്ടിലെ ചാപ്റ്റർ 5 വ്യക്തമാക്കുന്നു. കേരള പോലീസ് ആക്ടിന്റെ പോലീസിന്റെ ചുമതലകൾ, ജനങ്ങളോടുള്ള കടമകൾ എന്നിവ ഈ ആക്ടിലെ ചാപ്റ്റർ 5 പ്രതിപാദിക്കുന്നത്. ഞാൻ എന്തിനു ഈ കീ പോയിന്റ്സ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെഷ്യൽ ടോപ്പിക്സ് മിക്കതും പ്രസ്താവന രീതിയിലാണ് ചോദിക്കാറുള്ളത് PSC. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ നോക്കി വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസ്താവന രീതിയിൽ ഇപ്പൊ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഇത്രയും പോയിന്റ്സ് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങൾക്ക് തന്നത്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. പോലീസിന് വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റകൃത്യങ്ങൾ പൊതുവായി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒന്നും കൂടെ പറയാം. പോലീസിന് വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റകൃത്യങ്ങൾ പൊതുവായി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? കോഗ്നിസിബിൾ കുറ്റങ്ങൾ. എന്താണ് ഈ കോഗ്നിസിബിൾ കുറ്റങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഗുരുതരമായ കുറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? കോഗ്നിസിബിൾ ക്രൈംസ് അല്ലെങ്കിൽ കുറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ആ സമയത്ത് നമ്മളവിടെ വാറണ്ട് ഒന്നും മേടിക്കാൻ വേണ്ടി നിൽക്കില്ല. ആ സമയത്ത് എങ്ങനെയും ഇടിച്ചു കയറി വരാനാണ് പോലീസ് നോക്കുക. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? CRPC-ലെ സെക്ഷൻ 2C പ്രകാരമാണ് കോഗ്നിസിബിൾ കുറ്റങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അനുബന്ധമായിട്ടുള്ള പോയിന്റ്സ് ഞാനിപ്പോ ഇവിടെ താഴെ തരാം. ഓക്കെ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് കോഗ്നിസിബിൾ വിഭാഗത്തിൽ വരുന്നത്. ഉദാഹരണത്തിന് കൊലപാതകം, കവർച്ച, അല്ലെങ്കിൽ ഇത് രണ്ടും ബോത്ത് കാര്യങ്ങളും വരുന്നത് എന്തിൽ പെടും? കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളിൽ പെടും അല്ലെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ CRPC സെക്ഷൻ 2C പ്രകാരമാണ് കോഗ്നിസിബിൾ കുറ്റങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. ഇനി നോൺ കോഗ്നിസിബിൾ കുറ്റങ്ങൾ ഏതൊക്കെയാണ്? പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ മുൻകൂട്ടിയുള്ള വാറന്റ് വേണം അല്ലെ. ഇപ്പോ ഒരുപാട് ഗുരുതരമല്ലൊരു അത്യാവശ്യം എന്നാൽ കുറ്റമാണ്, എന്നാൽ ഒത്തിരി ഗുരുതരമല്ലാത്ത കേസിൽ എന്ത് വേണം? നമുക്ക് അതിന് വാറണ്ട് ഇല്ലാണ്ട് ഇടിച്ചു കയറി പോയിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മജിസ്ട്രേറ്റിന്റെ മുൻകൂട്ടിയുള്ള വാറന്റ് നിർബന്ധമാണ്. പിന്നെ കോഗ്നിസിബിൾ കുറ്റങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ തന്നെ പ്രാഥമിക അന്വേഷണം ചെയ്യാം അല്ലെ. കോഗ്നിസിബിൾ കുറ്റങ്ങളില് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് മജിസ്ട്രേറ്റിന്റെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യാം? പ്രാഥമിക അന്വേഷണം, FIR അല്ലെ, പ്രാഥമിക അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനൊക്കെ ശേഷമാണ് പിന്നെ മജിസ്ട്രേറ്റിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അപ്പൊ എന്താണ് കോഗ്നിസിബിൾ കുറ്റങ്ങൾ എന്ന് പറയുന്നത്? വാറന്റ് ഇല്ലാതെ പോലീസിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അത് എങ്ങനത്തെ കുറ്റാണ്? കോഗ്നിസിബിൾ, ഗുരുതരമായ കുറ്റങ്ങളെയാണ് നമ്മൾ കോഗ്നിസിബിൾ കുറ്റങ്ങൾ അല്ലെങ്കിൽ കോഗ്നിസിബിൾ ക്രൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് സെക്ഷൻ പ്രകാരമാണ് ഇത് പറയുന്നത്? CRPC സെക്ഷൻ 2C പ്രകാരമാണ് കോഗ്നിസിബിൾ കുറ്റങ്ങളെ കുറിച്ച് ഡെഫിനിഷൻ കൊടുക്കുന്നത്. നോൺ കോഗ്നിസിബിൾ കുറ്റങ്ങളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ആരുടെ അനുവാദം വേണം? മജിസ്ട്രേറ്റിന്റെ മുൻകൂട്ടിയുള്ള വാറന്റ് വേണം. ഓക്കെ, ഇനി കോഗ്നിസിബിൾ കുറ്റങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിന്റെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൈമറി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം ഒരു കുട്ടി
ചൈൽഡ് എന്ന് നിർവചിച്ചിരിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ള വ്യക്തിയെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏത് നിയമത്തിന് വരുന്നത്? പോക്സോ നിയമത്തിന് കീഴിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അല്ലെ. ഏത് വർഷമാണ് പോക്സോ നിലവിൽ വന്നത്? 2012 ജൂൺ 14 സോറി നവംബർ 14, എന്റെ മിസ്റ്റേക്കാണ്. 2012 നവംബർ 14 ശിശുദിനത്തിനാണ് പോക്സോ നിയമം വന്നിട്ടുള്ളത് അല്ലെ. നമുക്ക് നവംബർ 14 സിമ്പിളായിട്ട് ആരോട് ചോദിച്ചാലും അറിയാം ആരുടെ ജന്മദിനാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഡേ ആണ്, ശിശുദിനമാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്ന നിയമം 2012 നവംബർ 14 നിലവിൽ വന്നത്. ഈ നിയമപ്രകാരം അതിന്റെ കുറച്ച് അനുബന്ധമായിട്ടുള്ള പോയിന്റ്സ് നോക്കാവേ. ഈ നിയമപ്രകാരം ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ 18 വയസ്സ് തികയാത്ത എല്ലാവരും എന്താണ്? കുട്ടികളാണ്. പോക്സോ കേസുകളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ നിയമവ്യവസ്ഥ ചെയ്യുന്നു. ഈ നിയമപ്രകാരമുള്ള കേസുകളിൽ ഇരയായ കുട്ടിയുടെ പേരോ ഐഡന്റിറ്റിയോ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചാനലിലും പോക്സോ കേസിന് ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ പേര് പുറത്തു വിടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനോ പാടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പോക്സോന്റെ ഫുൾ ഫോം, ഏത് വർഷം വരുന്നു, എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പ്രൊട്ടക്ഷൻ നൽകുന്നത്, പിന്നെ ഏത് സെക്ഷൻ പ്രകാരമാണ് കുട്ടി എന്ന് നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറയാനായിട്ട് പറ്റുമോ? ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഫസ്റ്റ് എക്സസൈസ് ആണ് നമ്മുടെ വീഡിയോന്റെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, 4ാമത്തെ ചോദ്യം. കേരള പോലീസ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? റാങ്കിനെ കുറിച്ചാണ് അല്ലെ ക്വസ്റ്റ്യൻ വരുന്നത്. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, സൂപ്രണ്ട് ഓഫ് പോലീസ്, കമ്മീഷണർ ഓഫ് പോലീസ്. ആർക്കാണ് ഏറ്റവും ഉയർന്ന പദവിയുള്ളത് ഇതില്? സിമ്പിൾ ആണ് അല്ലെ. ആർക്കാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനാണ് ഹയസ്റ്റ് റാങ്ക് വരുന്നത്. ഇനി ഇതിന്റെ കീ പോയിന്റ്സ് നോക്കിയാലോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ് കേട്ടോ ഞാനിവിടെ കീ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് പോലീസ് ചീഫ് SPC എന്ന പദവി വഹിക്കുന്നത് ആരാണ്? DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ DGP ആരായിരുന്നു? DGP ആരാണ്? TV മധുസൂദനാണ് അല്ലെ. ഇനി ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ, മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് എന്ത് IPS റാങ്കിലുള്ള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഈ പദവിയിൽ നിയമിക്കുന്നത് അല്ലെ. ഇനി പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? റാങ്ക്സിൽ ഞാൻ ഒത്തിരി അങ്ങോട്ട് എക്സ്പ്ലനേഷൻസ് തരുന്നില്ല, കാരണം റാങ്ക്സ് അങ്ങനെ ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അങ്ങനെ കണ്ടിട്ടില്ല. കൂടുതലും BNS, IT ആക്ടും BNSS ഒക്കെയാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, 5ാമത്തെ ചോദ്യം. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി രാജ്യം നടപ്പിലാക്കിയ പുതിയ ക്രിമിനൽ നിയമം ഏതാണ്? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞൊരു ആൻസർ ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം BNS ആണ് അല്ലെ. ഭാരതീയ ന്യായ സംഹിതയാണ് 1860 ബ്രിട്ടീഷ് ക്രിമിനൽ നിയമമായിട്ടുള്ള IPCയെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള നിയമം. ഏത് വർഷമാണ് വന്നത്? 2024 ജൂലൈ 1 വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ചോദ്യം കേരള പോലീസ് ആക്ട് ഏത് വർഷം? 2011 വന്നിട്ടുള്ളത്. പക്ഷേ ഏത് വർഷത്തെ ബ്രിട്ടീഷ് നിയമത്തിനെയാണ് ഓവർ റൂൾ ചെയ്തത്? 1960 നിയമമായിരുന്നു അല്ലെ. അപ്പൊ 1860 1960 തമ്മിൽ മിക്സ്ഡ് അപ്പ് ആവാനായിട്ട് പാടില്ല. അപ്പൊ ഈ പോയിന്റ്സ് കിട്ടിയില്ലേ? ഭാരതീയ ന്യായ സംഹിതയാണ് ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള നിയമം. ഇനി ഇതിന്റെ കീ പോയിന്റ്സ് നമുക്ക് നോക്കിയാലോ. ഇനി ഇതിന്റെ കീ പോയിന്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് നോക്കി വെക്കേണ്ടതാണ്. IPCനെ ഓവർ റൂൾ ചെയ്തിട്ടാണ് ഏത് നിയമം വന്നത്? BNS വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CRPCനെ ഓവർ റൂൾ ചെയ്തിട്ട് വന്നിട്ടുള്ള നിയമം ഏതാണ്? BNSS ആണ് അല്ലെ. ഓക്കെ, ഇനി ഏതായിരുന്നു? എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് കൊണ്ടുവന്നത് ഏതായിരുന്നു? ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഓക്കെ, അപ്പൊ CRPCനെ ഓവർ റൂൾ ചെയ്ത് വന്നത് ഏതായിരുന്നു? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSSഉം ഇന്ത്യൻ എവിഡൻസ് ആക്ട്
ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഏതാണ് വന്നത്? ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഇനി ഈ പുതിയ നിയമങ്ങൾ രാജ്യത്തിലുടനീളം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? 2024 ജൂലൈ 1. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അപ്പോ നമ്മൾ പഠിച്ച ഏതൊക്കെ കാര്യങ്ങളാണ്? ഇതിന്റെയൊക്കെ വർഷങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് ഏതിന് പകരം ഏത് വന്നു, ആ ഒരു സംഭവം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, കൺഫ്യൂഷൻ ആവരുത്. IPCക്ക് പകരം ഏത് വന്നു? BNS വന്നു. CRPCക്ക് പകരം ഏത് വന്നു? BNSS വന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഏത് വന്നു? BSA വന്നു. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഏത് വർഷമാണ് വന്നത്? 2024 ജൂലൈ 1. പിന്നെ ഇതിന്റെ ഫുൾ ഫോമും ഒന്ന് പഠിച്ചു വയ്ക്കുക. BNS ദാറ്റ് ഈസ് ഭാരതീയ ന്യായ സംഹിത, BNSS ദാറ്റ് ഈസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇനി ഏതാണ്? BSA ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഇത്രയും 3 കാര്യങ്ങൾ പഠിച്ചു വെക്കാം അല്ലെ. IPC പിന്നെ ഇന്ത്യൻ പീനൽ കോഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റുമോ നോക്കുക. എന്തായാലും ഞാൻ ആൻസർ പറയും, നിങ്ങൾ തന്നെ എന്തായാലും ഒന്ന് പോസ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കേരള പോലീസിലെ കമാൻഡോ വിഭാഗമായ ഇടിമിന്നലിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇടിമിന്നൽ എന്നറിയപ്പെടുന്ന പോലീസിന്റെ വിഭാഗം ഏതാണ്? കമാൻഡോ ടീമാണ്. IRB കമാൻഡോ എന്നൊക്കെ നമ്മൾ പോസ്റ്റുകൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ടീമിനെയാണ് ഇടിമിന്നൽ അല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക കമാൻഡോ വിഭാഗമാണിത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് മാതൃകയാണ് ഇത് പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്ഥാനം, കേരള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഈ ഒരു ടോപ്പിക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ഈ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇതില് ആദ്യത്തെ പ്രസ്താവന മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക കമാൻഡോ വിഭാഗമാണ്. ശരിയാണ് അല്ലെ. ഇനി ഇന്ത്യയിലെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് മാതൃകയിലാണ് ഇത് പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതും ശരിയാണ്. കേരള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആണോ? അല്ല, അത് തെറ്റാണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ 1, 2 മാത്രമാണ് ശരി വരുന്നത്. ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് എന്തുകൊണ്ടാണ് മൂന്നാമത്തത് തെറ്റിയെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അതിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും മൂന്നാമത്തെ ശ്രദ്ധിച്ച മക്കളെ, ഇന്ത്യ ലിക്വിഡ് അതിർത്തികളിലും വനമേഖലകളിലും മാവോയിസ്റ്റ് വേട്ടയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള തണ്ടർ ബോൾസ് ആണ് ഇവര്. എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? മാവോയിസ്റ്റുകളുടെ വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ ഇത് നിയോഗിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാനുള്ള കാരണം, ഇത് പ്രവർത്തിക്കുന്നത് ഏതിന്റെ കീഴിലാണ്? ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ കീഴിലാണെന്നാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ IRB കമാൻഡോ. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാതെ ഉത്തരം പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, IRB കമാൻഡോ ബറ്റാലിയന്റെ കീഴിലാണ് വരുന്നത്. കഠിനമായ കാട്ടുപരിശീലനവും ആധുനിക ആയുധങ്ങളും കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം കിട്ടും. നിങ്ങൾക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവരുടെ ആസ്ഥാനം എവിടെ വരുന്നത്? പ്രധാന ക്യാമ്പ് എവിടെ വരുന്നത്? മലപ്പുറം ജില്ലയിലാണ് അല്ലെ. പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതിന്റെ പരിശീലനം പ്രധാന ക്യാമ്പ് നടക്കുന്നത് അല്ലെ. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തുടർച്ചയായ ചോദ്യങ്ങളിൽ വരുന്ന ബാലനീതി നിയമം ഏതാ? ബാലനീതി നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏത് വർഷമാണ് നിലവിൽ വന്നിട്ടുള്ളത്? 2015 അല്ലെ. ഓപ്ഷൻ ഡി 2015 വന്നിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. പഴയ 2000 മാൻഡില നിയമം ഭേദഗതി ചെയ്താണ് കൂടുതൽ ശക്തമായ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. അതായത് ജുവനൈൽ ഹോമിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണത്. ഏതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്? മാൻഡിലെ നിയമം. അതെ, 2000 മാൻഡിലെ നിയമത്തിനെ ഓവർ റൂൾ ചെയ്തിട്ടാണ് ഏത് വന്നിരിക്കുന്നത്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നിരിക്കുന്നത് അല്ലെ. ഈ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന 16 - 18 വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് മുതിർന്ന പ്രതികളെ പോലും വിചാരണ ചെയ്യാൻ അനുമതിയുണ്ട് അല്ലെ. 16 - 18 വയസ്സിന് പ്രായമുള്ള കുട്ടികളെ മുതിർന്ന പ്രതികളെ പോലെ വിചാരണ ചെയ്യാൻ അനുമതിയുണ്ട്.
കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഓരോ ജില്ലയിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു പ്രസ്താവന ചോദിക്കുകയാണ്, ചില സംസ്ഥാനങ്ങൾ, അതായത് മലപ്പുറം, ആലപ്പുഴ, പാലക്കാട് ജില്ലയിലൊന്നും എന്തില്ല, ജുവനൈൽ ജസ്റ്റിസ് ബോർഡും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ശരിയാണോ? അല്ല. കാരണം എല്ലാ ജില്ലയിലും ഈ പറയുന്ന JJB ആൻഡ് CWF, അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. നിയമവുമായി വൈരുദ്ധ്യത്തിലാകുന്ന കുട്ടികളെ പാർപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഒബ്സർവേഷൻ ഹോമുകൾ എന്നറിയപ്പെടുന്നു. എങ്ങനെയാ? ഒന്നുകൂടെ പറയാം. നിയമവുമായി വൈരുദ്ധ്യത്തിലാകുന്ന കുട്ടികളെ പാർപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഒബ്സർവേഷൻ ഹോമുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ഒബ്സർവേഷൻ ഹോം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ജയ ജയ ഹേ എന്നുള്ള ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ബേസിൽ ജോസഫിന്റെ ഒരു അടിപൊളി സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ഗാർഹിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ഒരു ഫിലിം അതാണ് അല്ലെ? അപ്പോൾ 2005 ഈ നിയമം വന്നിട്ടുള്ളത് അല്ലെ? ഏത് വർഷമാണ്? 2005 വന്നിട്ടുള്ളത്. എന്താ കാരണം? ഈ ഒരു നിയമത്തിന്റെ ഉദ്ദേശം എന്താണ്? ഭർത്താവിൽ നിന്നോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്കെതിരെയുള്ള സംരക്ഷണമാണിത്. അതായത് പീഡനം എന്ന് പറയുമ്പോൾ അത് ശാരീരികം തന്നെ ആവണമെന്നില്ല, മാനസിക പീഡനം ആയാലും മതി. ഇപ്പോൾ പലരും ഇതിപ്പം ഇത്രയും വലിയൊരു നിയമം വന്നിട്ടും പലപ്പോഴും നമ്മുടെ നാട്ടില് ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ച് ഫാമിലിയുടെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും, ഇപ്പൊ എന്റെ പരിചയത്തിലാണെങ്കിലും പല സ്ത്രീകളും സൈലന്റ് ആയിട്ടെല്ലാം സഹിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ശാരീരികമല്ല ഞാൻ പറയുന്നത്, കൂടുതലും മാനസികമാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവാണ്ടിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ത്രീധനം ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് എൻ്റെ ആ ബന്ധത്തിലുള്ള മോൾ ഇത്ര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നീ ഇത്ര കൊണ്ടുവന്നില്ല, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും സഹിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അതായത് വീട്ടുകാരുടെ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അന്തസ്സിനെ ബാധിക്കില്ലേ എന്ന് കരുതി ഇറങ്ങിപ്പോരുന്ന പെൺകുട്ടികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ആക്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസിന് പോകാനായിട്ട് യാതൊരു മടി കാണിക്കരുത്. അപ്പോൾ ബാക്ക് ടു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാലോ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് 4 പോയിന്റ്സ് നമുക്ക് നോക്കാം. ഭർത്താവിൽ നിന്നോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്കെതിരെയുള്ള സംരക്ഷണമാണിത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പറയുന്നത് അല്ലെ? ഓക്കെ, ഈ നിയമപ്രകാരം ഇരയാകുന്ന സ്ത്രീകൾ സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള അവകാശം, റൈറ്റ് ടു റിസൈഡ്, സംരക്ഷണ ഉത്തരവും കോടതി വഴി നേടാം. ഗാർഹിക പീഡന കേസുകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സർക്കാർ നിയമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ സർക്കാർ നിയമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിലേ ആവും എന്നുള്ള ഒരു പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് എലിമിനേറ്റ് ചെയ്യണം. കാരണം ഗാർഹിക പീഡന കേസുകളൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തിനെ നിയമിക്കുന്നുണ്ട്? പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നുണ്ട്. അതുപോലെ റൈറ്റ് ടു റിസൈഡ്, സ്വന്തം വീട്ടിൽ പോയിട്ട് നിൽക്കാനുള്ള അവകാശം നമുക്ക് എന്തുവഴി കിട്ടും? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വഴി നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇതൊരു സിവിൽ സ്വഭാവമുള്ള നിയമമാണെങ്കിലും കോടതി ഉത്തരവുകൾ ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഓക്കെ, ഇതൊരു സിവിൽ നിയമമാണെന്നുണ്ടെങ്കിൽ കൂടി ഇതെങ്ങാനും ഇതിന്റെ അഗെയിൻസ്റ്റ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഹസ്ബൻഡോ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ കുട്ടി ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ വൈഫ് ആയിട്ടുള്ള ആളുടെ വീട്ടുകാരെങ്ങാനും നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി കോടതി പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉത്തരവിന് എഗെയിൻസ്റ്റ് പോവാണെന്നുണ്ടെങ്കിൽ ഈ സിവിൽ കേസ് നേരെ എന്താവും? ക്രിമിനൽ കേസ് ആവും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് ആർക്ക് എഗെയിൻസ്റ്റ് നിൽക്കാൻ പാടില്ല, ആർക്ക് എഗെയിൻസ്റ്റ് നിൽക്കാൻ പറ്റില്ല? ഹസ്ബൻഡിനോ ഹസ്ബൻഡിന്റെ ബന്ധുക്കൾക്കോ ആർക്കും ഈ കോടതി ഉത്തരവിനെ എഗെയിൻസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് നിൽക്കാനായിട്ട് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാനായിട്ട്, പെൺകുട്ടീനെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അപ്പോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം IT ആക്ടിനെ കുറിച്ചാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള IT ആക്ട്, ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയ വർഷം. ഏത് വർഷമാണ് IT ആക്ട് നിലവിൽ വന്നത്? 2000 അല്ലെ IT ആക്ട് വന്നത്. അപ്പൊ നമ്മൾ 2000 IT ആക്ട് വന്നത് പഠിച്ചു, 2024 BNS വന്നത് പഠിച്ചു, പിന്നെ ഏതാ 2011 കേരള പോലീസ് ആക്ട് വന്നത് പഠിച്ചു, 2005 ഏതാ വന്നത്?
ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ പോക്സോ 2012. ഇത്രയും വർഷങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിച്ചു അല്ലേ. ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ പ്രാബല്യത്തിൽ വന്നത്. ഇലക്ട്രോണിക് രേഖകൾ ഹാക്ക് ചെയ്യുക, അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നിവ ഈ നിയമപ്രകാരം കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ട്രെൻഡാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നോർത്തിലത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആധാർ അതുപോലെ ഫോൺ നമ്പറൊക്കെ യൂസ് ചെയ്ത് നമ്മളുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് ഒക്കെ അയച്ചാൽ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ലോൺ തരും. ലോൺ ആപ്പിന്റെ ഒക്കെ തട്ടിപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക രേഖകൾ അല്ലെങ്കിൽ നമ്മുടെ പൈസ ഒക്കെ തട്ടിയെടുത്തിട്ട് നമ്മൾ അത്, അല്ലെങ്കിൽ ആ പൈസ അവർ ചോദിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്തിട്ട് ഇന്റർനെറ്റിൽ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭീഷണിപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഏതിലാണ് വരിക? ഈ ഒരു IT ആക്ടിന്റെ കീഴിലാണ് വരുന്നത് അല്ലെ. ഓക്കെ, ഇനി ഈ നിയമത്തിലെ വിവാദപരമായ സെക്ഷൻ 66A സുപ്രീം കോടതി വ്യക്തി സ്വാതന്ത്ര്യം മുൻനിർത്തി റദ്ദാക്കുകയുണ്ടായി. ശ്രേയ സിംഗാൽ കേസ്. ഓക്കെ, 66A കേട്ടോ. ഈ ഒരു സെക്ഷൻ ഒന്ന് എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേ. സെക്ഷൻ 66A ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെ PSC ഒഴിവാക്കാത്തൊരു സെക്ഷനാണ് 66A. അപ്പോ മുൻപ് WCPO CPO എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ ഇതൊന്ന് കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? സൈബർ കേസുകൾ കൈകാര്യം ചെയ്യാൻ കേരള പോലീസിന് കീഴിൽ പ്രത്യേക സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ഞാൻ സ്പീഡി പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സും ഏതൊക്കെ ടോപ്പിക്സ് ആണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും ഒരു ഒറ്റ വീഡിയോ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഒരു 8 ടോപ്പിക്സും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എക്സ്പ്ലനേഷൻ ചെയ്ത് തരാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞു തരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ച വർഷം. ഇതും ഞാൻ വർഷങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഈ വർഷവും അതുപോലെ ഈ ഒരു സംഘടനയും തമ്മിൽ മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതിന്റെ ഉദ്ദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെക്ഷൻസിൽ ഞാൻ ഫോക്കസ് കൊടുക്കാത്തത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്താണ് ഈ മിസ് സെക്ഷൻ ഒന്നും പറയാത്തത്, അല്ലെങ്കിൽ സെക്ഷൻസ് ഒന്നും ചോദിക്കില്ലേ എന്നൊക്കെയുള്ള സെക്ഷൻസ് ഒക്കെ നല്ലപോലെ ചോദിക്കും. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് അതിന്റെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാതും മൈൻഡിൽ കൂടെ ഒന്ന് ഓടിച്ചു പോകാന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓരോ ടോപ്പിക്കിന്റെയും സെക്ഷൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ അപ്പുറത്തെ സെക്ഷൻ മറക്കും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കിന്റെ ഒരു ബേസ് ലെവൽ പോയതിന് ശേഷം നിങ്ങൾ പതുക്കെ സെക്ഷൻസ് പഠിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മുടെ PDF സെക്ഷൻസിന്റെ ആണെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ താഴെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ച വർഷം 2011 തൊട്ടാണ് എന്ത് വന്നത്? SPC വന്നത് അല്ലെ. SPC കാരും NCC കാരും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ഒരു NCC കാഡറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് SPC കാരെയും NCC കാരെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളാം. ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കിയാൽ 2010 ഓഗസ്റ്റ് 2 ജോർജ് കുട്ടി ധ്യാനത്തിന് പോയ ദിവസം അല്ലെ SPC ഇറങ്ങിയത്. ഓക്കെ, 2010 ഓഗസ്റ്റ് 2 അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ കുട്ടികളിൽ നിയമബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് SPC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പദ്ധതിയുടെ പ്രധാന സൂത്രധാരൻ പ്രശസ്ത IPS ഉദ്യോഗസ്ഥനായ P. വിജയനാണ്. വി ഇൻസ്പയർ ടു എക്സൽ എന്നതാണ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് NCCയുടെ അല്ലെങ്കിൽ SPC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ അങ്ങനെ PSCയിൽ അങ്ങനെ WCPOയിലൊന്നും അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എന്നാലും സ്റ്റിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ NCCയിലില്ലല്ലോ അല്ലെങ്കിൽ SPCയിലില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ എന്താ പറയുക സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞത് കേട്ടോ. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. താഴെ നൽകിയിരിക്കുന്ന പോലീസ് വിങ്ങുകളും അവയുടെ ആസ്ഥാനങ്ങളും തമ്മിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്ന ഏതാണ്? ശരിയായതല്ല, തെറ്റായതാണ്. അപ്പൊ നമ്മൾ തെറ്റായതാണോ ശരിയായതാണോ PSC ചോദിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്ത് വെക്കണം. എന്നാലാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് തെറ്റാണോ ശരിയാണോ PSC ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ച് അപ്പൊ തന്നെ ഓപ്ഷൻസിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി തെറ്റായ പ്രസ്ഥാനം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തെറ്റായ ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ
എന്തായാലും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തിലേക്ക് പോകും, ശരിയിലേക്ക് നമ്മുടെ കണ്ണ് പോകും, നമ്മളത് കുത്തുകയും ചെയ്യും, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തെറ്റാണോ ശരിയാണോ PSC ആദ്യം ചോദിച്ചേക്കണേ എന്നുള്ളത് നിങ്ങളൊന്ന് ഫസ്റ്റ് ശ്രദ്ധിച്ചു നോക്കുക, അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ ഓപ്ഷൻ എ ക്രൈം ബ്രാഞ്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? ട്രിവാൻഡ്രം. അത് ശരിയാണ് അല്ലെ. ഇനി കേരള പോലീസ് അക്കാദമി രാമവർമ്മപുരം, തൃശ്ശൂർ. അതും ശരിയാണ്. കോസ്റ്റൽ പോലീസ് ആസ്ഥാനം എറണാകുളം ആണോ? അല്ല, തിരുവനന്തപുരത്താണ് അല്ലെ. അപ്പൊ ഏതാ തെറ്റായിട്ടുള്ളത്? സി ആണ് അല്ലെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി മെറൈൻ കമാൻഡോസ് എവിടെയാ വരുന്നത്? കടൽ പെട്രോളിംഗ് എവിടെയാണ് വരുന്നത്? ബേപ്പൂർ, കോഴിക്കോട്. അത് ശരിയാണ്. കിട്ടിയില്ലേ? അപ്പൊ ഈ ഒരു എന്താ പറയാ, പോലീസ് വിങ്ങുകളും അതിന്റെ ആസ്ഥാനങ്ങളും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ റിലേറ്റഡ് പോയിന്റ്സ് നോക്കിയാലോ. ഇതിൽ തെറ്റായ ജോഡി സി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം കേരള പോലീസ് കോസ്റ്റൽ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നീണ്ടക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കേട്ടിട്ടില്ല നീണ്ടക്കര എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയും, നീണ്ടക്കര എവിടെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ നീണ്ടക്കര എന്നുള്ള സ്ഥലം ട്രിവാൻഡ്രത്ത് കേട്ടിട്ടില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ന്യൂ ടു മീ ആ ഒരു സ്ഥലം. ഇത് സംഭവം ഞാൻ ഈ സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്ഥലം കേട്ടിട്ടുള്ളത്. അല്ലാതെ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ അടുത്ത് പോയപ്പോഴൊന്നും ഞാൻ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഇവിടെ തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാദമിയിലെ സബ് ഇൻസ്പെക്ടർമാർക്കും CPOമാർക്കും അടിസ്ഥാന പരിശീലനം നടക്കുന്നത് എവിടെയാണ്? രാമവർമ്മപുരത്താണ് അല്ലെ. ഇനി തീരദേശ സുരക്ഷ ഉറപ്പാക്കാനായി കേരളത്തിലെ 9 കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഈ ഒരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻസ് എവിടെയാണുള്ളത്? മറൈൻ, ബേപ്പൂർ, കോഴിക്കോടാണ്. ഇനി സൈബർ ഡൊമൈൻ പ്രൊജക്റ്റ് ആയവ സൈബർ ഡോം പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലാണ്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, ഈ 4 പോയിന്റ്സ് നോക്കി വയ്ക്കാം കേട്ടോ. അപ്പൊ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ, പ്രൊട്ടക്ഷൻ, അവരുടെ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചരിത്ര പ്രസിദ്ധമായ മാർഗരേഖ ഏതാണ്? ഒന്നുകൂടെ പറയുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചരിത്ര പ്രസിദ്ധമായ മാർഗരേഖ ഏതാണ്? ഓപ്ഷൻ എ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ, മേനക ഗാന്ധി കേസ്, ലളിതകുമാരി കേസ്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഈ ഒരു മാർഗരേഖയുടെ പ്രത്യേകത എന്താണ്? ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും അതുപോലെ കസ്റ്റഡി മരണങ്ങളും തടയാനായി സുപ്രീം കോടതി നൽകിയ 11 നിർദ്ദേശമാണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ആൻസർ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഈ ഒരു മാർഗരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും തടയാനായി സുപ്രീം കോടതി നൽകിയ 11 നിർദ്ദേശങ്ങൾ. പിന്നെ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കൃത്യമായി നെയിം ടാഗ് ധരിക്കണമെന്നും ബന്ധുക്കളെ വിവരം അറിയിക്കണമെന്നും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. വിശാഖ കേസ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീ പീഡനം തടയുന്നതിനായി മാർഗരേഖയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വിശാഖ കേസിന്റെ പ്രത്യേകത എന്താണ്? സ്ത്രീ പീഡനം തടയുന്നതിനാണ് അല്ലെ. ലളിതകുമാരി കേസ് എന്താണ്? കോഗ്നിസിബിൾ കുറ്റങ്ങളിൽ FIR നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടതാണ് ലളിതകുമാരി കേസ്. ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ. കേരള പോലീസിന്റെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പിങ്ക് പോലീസ് പെട്രോളിംഗ് സംവിധാനം ആരംഭിച്ച വർഷം 2016 അല്ലെ. ഏത് വർഷം വന്നിട്ടുള്ളത്? 2016. എന്താണ് അതിന്റെ ഉദ്ദേശം? നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പിങ്ക് വണ്ടിയിൽ പോലീസിൽ വരുന്നത്, ലേഡി കോൺസ്റ്റബിൾസ് വരണമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. പൊതുസ്ഥലങ്ങളിലും ബസ്സുകളിലും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന പെട്രോളിംഗ് സംഘമാണ് അല്ലെ. ഇതിൽ എന്തിന്റെ മെയിൻ പ്രത്യേകത എന്താണ്? വുമൻ കോൺസ്റ്റബിൾസ് അല്ലെങ്കിൽ വനിതാ പോലീസുകാർ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. പിങ്ക് പോലീസിന്റെ അടിയന്തര സഹായത്തിനായി വിളിക്കേണ്ട നമ്പർ എത്രയാണ്? 1515. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി എന്താണ്? പലർക്കും ഉള്ള ഒരു പരാതിയാണ്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആണുങ്ങൾക്ക് ചോദിക്കാൻ ആരുമില്ല ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പൊ അതില് മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രശാന്തി. ഇനി ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാനുള്ള പോലീസിന്റെ മറ്റൊരു പദ്ധതി എന്താണ്? ബെൽ ഓഫ് ഫെയ്ത്ത്. അപ്പൊ 2 കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയില്ലേ? പൊതുസ്ഥലങ്ങളിലും ബസ്സുകളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിക്രമങ്ങൾ തടയാൻ വേണ്ടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം അടങ്ങുന്ന പെട്രോളിംഗ് സംഘമാണ് എന്ത്? പിങ്ക് പോലീസ്. പിങ്ക് പോലീസിന്റെ നമ്പർ ടോൾ ഫ്രീ നമ്പർ എന്താണ്? 1515 മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി എന്താണ്? പ്രശാന്തി. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാനുള്ള പോലീസിന്റെ മറ്റൊരു പദ്ധതി എന്താണ്? ബെൽ ഓഫ് ഫെയ്ത്ത്. ഇത്രയും കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം മോട്ടോർ വാഹന നിയമത്തിനെ കുറിച്ചാണ് കേട്ടോ. മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഒരാളുടെ രക്തത്തിൽ എത്ര അളവിൽ കൂടുതൽ ആൽക്കഹോൾ കണ്ടെത്തിയാലാണ് പോലീസ് കേസെടുക്കുന്നത്? എത്ര ആൽക്കഹോൾ വേണം രക്തത്തില്? ഓക്കെ, എത്ര മില്ലിഗ്രാം ആൽക്കഹോൾ ആണ് രക്തത്തിൽ കണ്ടാലാണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? 30 മില്ലിഗ്രാം പെർ 10 മില്ലി. ഇത്രയും ആൽക്കഹോൾ കണ്ടെത്തിയാലാണ് കേസ് ആവുന്നത് അല്ലെ. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാലോ. നമ്മൾ സിനിമയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മള് പോലീസ് ചെക്കിംഗ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.